ചെറുപുഴ വ്യാപാര ഭവനിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ലയൺസ് ക്ലബ് പാടിയൊടിച്ചൽ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, യൂത്ത് വിംഗ് ചെറുപുഴ, ആസ്റ്റർ മിസ് കണ്ണൂർ, ആസ്റ്റർ ലാബ് കാസർഗോഡ്, സെന്റ് സെബാസ്റ്റ്യൻ ഹോസ്പിറ്റൽ കാക്കഞ്ചാൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ചെറുപുഴ വ്യാപാരി ഭവനിലാണ് ക്യാമ്പ് നടത്തിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിൻഡോ ജോയ് സ്വാഗതം പറഞ്ഞു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ശ്രീ ATV രാജേഷ്, KVS സെക്രട്ടറി ചെറുപുഴ, KK വേണുഗോപാൽ, ലയൺസ് ക്ലബ് ACS. പാടിയൊടിച്ച ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജീവജയയുടെ അധ്യക്ഷതയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ജെ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. 500 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ആ സമയത്തിനുള്ളിൽ 1000 ആംബുലൻസുകളെങ്കിലും കടന്നു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്ചര്യകരമായിട്ടുണ്ട്. അവസാനം ഞങ്ങൾ ആംബുലൻസ് കാണണമല്ലോ എന്നൊരാഗ്രഹത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഡൽഹിയിൽ വെച്ച് ഒരു ആംബുലൻസ് അലാറം പറ്റി പോകുന്നത് കണ്ടു. പിന്നീടാണ് മനസ്സിലായത് VIP-യുടെ പൈലറ്റ് വണ്ടിയായിട്ട് പോയതാണ്. ഒരു രോഗികളെ കൊണ്ടുപോകുന്ന ഒരു ആംബുലൻസിൽ കയറാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ രോഗികൾ ഇല്ലാത്തതുകൊണ്ടോ രോഗമില്ലാത്തത് കൊണ്ടോ അല്ല, ഇത് രോഗമുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതിന് വേണ്ടുന്ന മുൻകരുതൽ എടുക്കുന്നതിനുള്ള പ്രയാസങ്ങളൊക്കെ ആകാം ഒരു പക്ഷേ മെഡിക്കൽ ക്യാമ്പുകളിലേക്ക് ആളുകൾ എത്താനുള്ള ഒരു തടസ്സമായി തോന്നുന്നു. ഏതായാലും നമ്മുടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലയൺസ് ക്ലബ്ബ് പാടിയൊട്ടിച്ചാലിൻ്റെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അതിന് നേതൃത്വം നൽകുന്ന GVMസിൻ്റെ നേതൃത്വത്തിൽ വളരെ മികച്ച രീതിയിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി വരികയാണ്. പാടിയൊട്ടിച്ചാൽ തന്നെ എനിക്ക് തോന്നുന്നു ഇതേപോലുള്ള ക്യാമ്പ് 2 തവണ നടത്തി കഴിഞ്ഞിരിക്കുന്നു. വളരെയേറെ പങ്കാളിത്തം ഉണ്ടായി. നമുക്കിവിടെ ആളുകൾ വരും, അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി ATV രാജേഷ്, ലയൺസ് ക്ലബ് ACS KK വേണുഗോപാൽ, ലയൺസ് ക്ലബ് റീജിയണൽ ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ മേഖലാ ട്രഷറർ ജോൺസൺ പടിഞ്ഞാത്ത്, ചെറുപുഴ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് VP മുഹമ്മദ് കുഞ്ഞി, ലയൺസ് ക്ലബ് സോണൽ ചെയർമാൻ ഹൈമ ശശിധരൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ വനിതാ വിംഗ് പ്രസിഡന്റ് ബിന്ദു ജേക്കബ്, ജോർജ് ജോസഫ്, IPP മനു K, അനൂപ് K എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. പാടിയൊടിച്ച ലയൺസ് ക്ലബ് ട്രഷറർ സാബു തോമസ് നന്ദി രേഖപ്പെടുത്തി. ശരീരം, ആരോഗ്യമുള്ള മനസ്സ്, ഇത് രണ്ടുമുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയും ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ കേരളം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു രോഗങ്ങളിൽ 1-ാം സ്ഥാനത്താണെന്ന് പറഞ്ഞു. എന്നാലും നമ്മൾ ഇത്തരത്തിലുള്ള ആരോഗ്യ പരിശോധന ക്യാമ്പുകളോട് പൊതുവെ നമ്മുടെ കേരളീയർക്ക് ഒരു വിമുഖതയാണ്. കാരണങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന അവസരം ഇവിടെയുള്ള ആളുകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. ഇവിടെ വന്നിരിക്കുന്നവർ ഇനി കുറേ ആളുകൾ വരാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കുറേ ആളുകളെ വിളിച്ച് വരുത്തണം. ഇവിടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭമായ മിംസ് ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ക്യാമ്പ് വിജയപ്രദമായി തീരട്ടെ, പരമാവധി ആളുകൾക്ക് ഗുണപ്രദമാവട്ടെ, നല്ലൊരു സംരംഭമായി ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഏകോപനം. ഈ ഇതുവരെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾക്ക് വളരെയേറെ പ്രസക്തിയുള്ള സമയമായിട്ടാണ് ഇന്ന് കേരളം കാണുന്നത്. കാരണം ധാരാളം ജീവിതശൈലി രോഗങ്ങൾ നിരന്തരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ എല്ലാ രോഗങ്ങൾക്കും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം എന്ന രീതിയിലേക്ക് നമ്മുടെ ഭക്ഷണ രീതികളെല്ലാം നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ മെഡിക്കൽ ക്യാമ്പുകൾ നമ്മുടെ ഈ ആരോഗ്യ രംഗത്ത് വളരെയേറെ നമ്മുടെ ആരോഗ്യ രംഗത്ത് വളരെയേറെ മുന്നേറ്റത്തിന് സഹായകമാകും. ഇതിനുള്ള രീതിയിലേക്ക് ഈ ക്യാമ്പും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മൾ ഏറ്റവും വലിയ ഒരു ഘടകമായി മാറും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം മെഡിക്കൽ ക്യാമ്പുകൾ ഓരോ മേഖലകളിൽ സംഘടിപ്പിച്ച് ഞങ്ങളുടെ അസുഖം ഉണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ഒരു അവസരം കൊടുക്കുന്നതുമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ പലരും ഇത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് സത്യമാണ്. കാരണം അസുഖം ഉണ്ട് എന്ന് അറിഞ്ഞാൽ മുമ്പോട്ടുള്ള പ്രയാസം അവരെ വേദനിപ്പിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പലരും ഈ ക്യാമ്പുകളൊക്കെ കടന്നു വരാൻ കഴിയും. ഞങ്ങൾ തന്നെ മുമ്പ് ക്യാൻസറിൻ്റെ 2-3 ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. സ്ത്രീകൾക്കുള്ള സന്നദ്ധ ക്യാമ്പ് അടക്കമുള്ള ക്യാമ്പ്. പക്ഷെ പലരും കടന്നുവരാൻ പഠിക്കുന്നത് പരിശോധനയിൽ ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് കിട്ടിയാലുള്ള വിഷമം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി
ചെറുപുഴ പ്രസിഡന്റ് ശ്രീ ജിൻഡോ ജോയി, അദ്ദേഹത്തിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ. ഡിസംബർ 15 മുതൽ മെയ് 30 വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു. കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും. ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ.